അക്സറിന്റെ പന്തുകൾ വളരെയധികം പ്രവചനീയമാണ്. അയാളെ സ്പിന്നർ എന്ന് വിശേഷിപ്പിക്കാൻ പോലും പ്രയാസമാണ്. കാര്യമായ ഫ്ലൈറ്റോ ടേണോ അയാൾ ഉണ്ടാക്കുന്നില്ല. സുനിൽ ഗവാസ്കറുടെ വാക്കുകൾക്ക് അക്സർ പട്ടേൽ ടൂർണമെന്റിലെ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ഈ കാലം എത്രയും ഫൈനൽ സെമി എന്നിവിടങ്ങളിൽ നിങ്ങളെപ്പോലെ ഒരു പോരാളിയെയാണ് അന്വേഷിച്ചിരുന്നത്. അണ്ടർറേറ്റഡ് ജെം അക്സർ പട്ടേൽ നിങ്ങളെല്ലാ തരത്തിലും ടീമിന്റെ പോരാളിയാണ്. കാലങ്ങളായി വിട്ടുനിന്ന കിടങ്ങൾ വെട്ടിപ്പിടിക്കാൻ എത്തിയതുപോലെയാണ് പട്ടേൽ ടൂർണമെന്റിനുടനീളവും മത്സരിച്ചത്. അക്സർ പട്ടേലിന് ഒരിക്കലും അർഹിക്കുന്ന അംഗീകാരങ്ങളോ അഭിനന്ദനങ്ങളോ ലഭിച്ചതായി ഓർക്കുന്നില്ല. എന്നാൽ ഇനിയെങ്കിലും നമ്മൾ അയാളെ പ്രശംസകൾ കൊണ്ട് മൂടേണ്ടതുണ്ട്. ഫൈനൽ വിജയിക്കാനുള്ള ഒരു പിടി മികച്ച ബാറ്റ്സ്മാൻമാരെ കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സ്ക്വാഡ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇറങ്ങുന്നത്. എന്നാൽ ടൂർണമെന്റിലെ ടീമിന്റെ മികച്ച ബാറ്റ്സ്മാൻ രോഹിത് ശർമ്മയും സ്കൈയും പന്തും എല്ലാം അതിവേഗം മടങ്ങുമ്പോൾ മറുവശത്ത് പതിയെ സ്കോർ മുമ്പോട്ട് കൊണ്ടുപോകുന്ന കോഹ്ലിക്കുമിടയിൽ ഒരു വമ്പനടിക്കാരൻ വേണമായിരുന്നു. അവിടെ പൊരുതാനുള്ള ഒരു സ്കോറിലേക്ക് അക്സർ പട്ടേലിന്റെ ബാറ്റ് എത്തിക്കുന്നുണ്ട്. പട്ടേലും കോഹ്ലിയും കൂടി നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഇന്ത്യക്ക് ഒരു ലോഞ്ച് പാഡ് നൽകിയത്. അക്സർ പട്ടേൽ റിസ്ക് എടുക്കണമെന്നും കോഹ്ലി ആങ്കർ ചെയ്യണമെന്നുമായിരിക്കാം പ്ലാൻ. യഥാർത്ഥ 3 ഡയമെൻഷൻ പ്ലെയറായ അക്സറിന് ആരും വലിയ ബഹുമാനം നൽകിയിട്ടില്ല. എന്നാൽ കാലം അയാളുടെ കഴിവിനെ അംഗീകരിച്ചതിനുള്ള തെളിവാണ് ഈ കിരീട വിജയം. തിരിച്ചടിയിൽ നിന്നും തിരിച്ചു വരാനുള്ള അപാരമായ ഇച്ഛാശക്തി കൂടെയുള്ളവന് എന്തിനേയും നേരിടാം. ഒരു കാലത്ത് വിമർശിച്ചവർ ഇന്ന് അയാളെ പുകഴ്ത്തുകയാണ്. ഇതാണ് ജീവിത വിജയം.